ആ വയറിറക്കാനുള്ള വീഡിയോ ഇപ്പോൾ തന്നെ ചെയ്തിട്ട് ഞാൻ ഈ വയർ ഇപ്പം തന്നെ കുറയ്ക്കുക, അല്ലെങ്കിൽ കുറേ ദിവസം ചെയ്ത് ഇപ്പം തന്നെ കുറയ്ക്കുന്ന മറ്റേ ഇതേ കണക്ക് ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഇങ്ങനെ ചെയ്ത് തുടങ്ങും. പക്ഷേ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഇതല്ലേ ചെയ്യേണ്ടത്. ഇത് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്, വാമപ്പ് കൊടുക്കാണ്ട് നിങ്ങൾ ഒരു വർക്കൗട്ടിന് ഇറങ്ങരുത്. അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള വാമപ്പാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, പല ട്രെയിനർമാരും കാണിക്കുന്ന പല രീതിയിലുള്ള വാമപ്പായിരിക്കും. അയ്യോ അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അയ്യോ അത് അവിടെ അല്ല അങ്ങനെയൊക്കെ പലരും പല അഭിപ്രായങ്ങൾ പറയും. ഓരോരുത്തർ പഠിച്ചതും ഓരോരുത്തർ ചെയ്യുന്നതൊക്കെ ഓരോ രീതിയിലായിരിക്കും. വാമപ്പ് എന്ന് പറയുന്നത് നമ്മളെ ടൈറ്റായിരിക്കുന്ന ഓരോ ജോയിൻറ്റ്സുകൾ കംപ്ലീറ്റ് ഇളക്കി കൊടുത്ത് എടുക്കുന്നതാണ് വാമപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളുടെ ഇത് നമുക്ക് കാണുമ്പോൾ അറിയില്ല, നമ്മുടെ ഫുള്ള് കൈ കറക്കുമ്പോഴും എടുക്കുമ്പോഴൊക്കെ ഈ കൈ കറക്കലൊക്കെ ഉണ്ടല്ലോ, ഫുള്ള് നമ്മുടെ ജോയിൻറ്റ്സ്, നമ്മുടെ കൈയുടെ ഫുള്ള് വർക്കാവുന്നുണ്ട്, നമ്മൾ ഷോൾഡർ ഫുള്ള് വർക്കാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഫുള്ള് ടൈറ്റായിരിക്കുന്ന ജോയിൻറ്റ്സുകളൊക്കെ കംപ്ലീറ്റ് ഇളക്കി ഒന്ന് ലെവലാക്കിയതിന് ശേഷം മാത്രം ഒന്ന് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് തുടങ്ങുക. ഇതല്ലാണ്ട് ചെയ്യാൻ പാടില്ല. ബോഡിക്ക് ഭയങ്കര ഡാമേജ് വരുന്നൊരു കാര്യമാണ്. നമ്മൾ ഒരു വർക്കൗട്ട് തുടങ്ങുന്നതിന് മുന്നേയും അതിന് ശേഷവും നമ്മൾ ലാസ്റ്റ് ചെയ്യുന്ന കൂൾ വാമപ്പ് എന്ന് പറയും, നമ്മളെ ബോഡിനെ പഴയ ലെവലോട്ട് കൊണ്ടുവരുന്നത് സ്ട്രെച്ചിങ് ഉൾപ്പെടെ കൊടുത്തുകൊണ്ട്. ഫസ്റ്റും നമ്മളതിൻ്റെ സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തത്. ഇതിപ്പോൾ മുട്ടിന് നമ്മളിതേ കണ്ടില്ലേ, ആ മുട്ടിനെ നമ്മൾ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മളൊരു ഡോറിൽ വിഷാഗിരി ടൈറ്റായിരിക്കുമ്പോൾ നമ്മൾ ഡോർ തുറക്കുമ്പോൾ കറകറാ സൗണ്ട് കേൾക്കില്ലേ, അതൊന്ന് ലൂസാക്കി എടുക്കാൻ നമ്മൾ കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് 1-2 പ്രാവശ്യം ആക്കുമ്പോൾ അങ്ങ് ലെവലായിക്കോളും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ജോയിൻറ്റ്സ് ഭാഗങ്ങളെല്ലാം. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി ചെയ്യുക. അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന നമ്മുടെ ബോഡിയെ ജോയിൻറ്റ്സുകളെല്ലാം കൂടെ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് നമ്മൾ വർക്കൗട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഗുണത്തെക്കാളേറെ നമ്മളെ ശരീരത്തിന് ദോഷം ചെയ്യും കേട്ടോ. പിന്നെ ബോഡി പെയിൻ ഉണ്ടാവും. പിന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം ബോഡി പെയിൻ കൂടെ ഉണ്ടാവും. പിന്നെ പെട്ടെന്ന് ക്ഷീണം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതേപോലെ സിമ്പിളായിട്ടുള്ള വാമപ്പ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരു കുഴപ്പമില്ല. ഈ വാമപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു കാര്യമാണ്. അതിൽ എത്ര വലിയ എഫക്റ്റ് ഒന്നും കാര്യങ്ങളൊന്നുമില്ല. വാമപ്പ് കഴിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട എന്ത് ചെയ്യാം, വർക്കൗട്ട് സ്റ്റാർട്ട്. ഇനി ഒരു കുഞ്ഞ് വർക്കൗട്ട് ചെയ്താലും വാമപ്പ് എന്നുള്ള കാര്യം ഒഴിവാക്കാൻ നിൽക്കരുത് കേട്ടോ. എന്നിട്ട് ഇതേ കണക്ക് നമുക്ക് ചാടുകയും എടുക്കുകയൊക്കെ ചെയ്യാം. ഇനി ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞിരുന്നു, വണ്ണമുള്ളവരും അതായത് ഒരുപാട് വണ്ണമുള്ളവരും ഒരുപാട് ശരീരഭാരം ഉള്ളവരും ഇത് കണക്ക് ജമ്പ് ചെയ്ത് വയറ് കുറയ്ക്കാൻ നിൽക്കേണ്ട. അത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പകരം ഇത് ചെയ്യാം. ഇതിൻ്റെ ഹൈ ആയിട്ടുള്ളതാണ് ഞാനിപ്പോൾ ജമ്പ് ചെയ്ത് കാണിച്ചത്. ഇതെൻ്റെ ലോ ആയിട്ടുള്ള ഇത് ചെയ്താൽ മതി. അപ്പോൾ ഇത് ചെയ്താൽ വയറ് കുറയോ, ജമ്പ് ചെയ്താൽ മാത്രമല്ല വയറ് കുറയുന്നത്. ഞാനത് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ലാണ്ട് നമ്മൾ സ്റ്റാൻഡിങ് പൊസിഷനിൽ നിന്ന് ചെയ്യുന്ന വർക്കൗട്ടുകളൊക്കെ നമുക്ക് റിസൾട്ട് തരുന്നത് തന്നെയാണ്. അല്ലാണ്ട് ജമ്പ് ചെയ്താൽ മാത്രം റിസൾട്ട് കിട്ടുക കേട്ടോ. അതും കൂടെ മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ ഇത് കണക്ക് നമുക്ക് ആ സെയിം ഇതിൻ്റെ അത്രയും വണ്ണമുള്ളവർക്ക്, പിന്നെ ഏജുള്ളവർക്കും അതായത് പ്രായമുള്ളവർക്കും ഏറ്റവും ബെസ്റ്റാണ്. കാരണം അവർക്ക് ജമ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതുപോലുള്ള വർക്കൗട്ട് ചൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കാണും. നമ്മൾ കൈ ഇങ്ങനെ പൊക്കുമ്പോണ്ടല്ലോ, നമുക്ക് ആ ബാക്ക് അതായത് നമ്മുടെ മുതുകിൻ്റെ ഭാഗത്തുള്ള അവിടുത്തെ ആ ബഡ്ജ് ചെയ്ത് നിൽക്കുന്ന അതൊക്കെ നമ്മൾ ആ കൈ ഇങ്ങനെ പൊക്കുമ്പോൾ നിങ്ങളൊന്ന് ടച്ച് ചെയ്ത് വയ്ക്കുക ബോഡിയിൽ ഒരു കൈ വെച്ചിട്ട് ഒരു കൈ പൊക്കിയിട്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നല്ല രീതിയിൽ സ്ട്രെച്ചിങ്, അതുള്ള വയറിൻ്റെ ഭാഗമൊക്കെ സ്ട്രെച്ചിങ് ആവുന്നുണ്ട് നമ്മൾ ചെയ്യുമ്പോൾ. പിന്നെ നമ്മളത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു വർക്കൗട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ബോഡി കൂളാക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഇതേപോലെ നമ്മൾ സ്ട്രെച്ചിങ് കൊടുക്കാറുണ്ട്. നമ്മുടെ കയ്യിലും ഷോൾഡറുടെ ഭാഗമായിരുന്നാലും കൈയുടെ ഭാഗമായിരുന്നാലും നമ്മുടെ കാലിനായിരുന്നാലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രെച്ചിങ് കൊടുത്തുകൊണ്ട് വേണം നമ്മളെപ്പോഴും നിർത്താനായിട്ട്. അതുപോലെ കാലിന് ഇത് കണക്ക് നമ്മളൊരു വർക്കൗട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യാനായിട്ട് ഒരു മിനിറ്റത്തെ കാര്യമുള്ളൂ. ഇതൊക്കെ വളരെ വലിയ കാര്യങ്ങളൊന്നുമില്ല, 1 മിനിറ്റുള്ളൂ. പക്ഷെ അതൊന്നും നിങ്ങൾ ചെയ്യാണ്ട് പോകരുത്. കാരണം നമ്മളൊരു വർക്കൗട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ബോഡി പഴയ ലെവലിലോട്ട് ആക്കിയിട്ട് ശേഷം മാത്രമേ നമ്മൾ അവിടെ നിന്ന് പോകാൻ പാടുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ബോഡി പെയിനൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് കണക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ടൈറ്റ് ചെയ്ത് പിടിക്കുക, പുറകിലോട്ട് കൊടുക്കുക, ടൈറ്റ് ചെയ്ത് പിടിക്കുക, പുറകിലേക്ക് കൊടുക്കുക, വീണ്ടും ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ മുന്നോട്ട്, പിന്നെ പുറകിലേക്ക്, കൈ താഴേക്ക്, ഷോൾഡർ ബാക്ക് കൊടുക്കുക, ഫ്രണ്ടിലോട്ട് കൊടുക്കുക, ബോഡി കൂളാക്കുക. ഉണ്ടോ, ഈ സെയിം നിങ്ങളിങ്ങനെ ചെയ്യുമ്പോണ്ടല്ലോ ഭയങ്കര നമുക്ക് റിലാക്സ് ആവും. നമുക്കതിനെ മനസ്സിലാക്കുന്നത് നന്നായിട്ട് ശ്വാസം എടുത്ത് കൊടുക്കുക കേട്ടോ. കാരണം ഇപ്പോൾ നമ്മളൊരു ഹൈ ലെവലിൽ ശ്വാസം ഇങ്ങനെ നമ്മൾ ആ ജമ്പ് ചെയ്തിട്ടും വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു ഇരിക്കുക, അതിന്ന് താഴേക്ക് നമ്മൾ കൊണ്ടുവരണം. പിന്നെ അതേയാണ് നല്ല രീതിയിൽ ശ്വാസം എടുത്തതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ 2 കൈയും പൊക്കിയിട്ട് ഇങ്ങനെ താഴേക്ക്, അതായത് ഒരു ശവം തീരെ നമ്മുടെ ശരീരത്തിൽ ഒരു പഞ്ഞി പോലെ ആ ലെവലിലേക്ക് ആക്കിയിട്ട് ഇതേ കണക്ക്. അപ്പോൾ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ബോഡിയിലേക്ക് ആ ഒരു റിലാക്സിങ്ങിനെ നമുക്ക് അതൊരു വല്ലാത്ത ഫീലാണ്. നമുക്കത് ശരിക്കും അറിയാൻ പറ്റും. എന്നിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ സൂമ്പയിലൊക്കെ ഉണ്ടല്ലോ, ഞാൻ ആ ഫസ്റ്റ് കാണിച്ച ആ വാമപ്പ് അതുണ്ടല്ലോ, അതിന് ശേഷം നമ്മളൊരു വാമപ്പ് സൂമ്പ കൊടുക്കാറുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള, അതിൽ കാർഡിയോ ഉൾപ്പെടെ ചെയ്തുകൊണ്ട് നമ്മളൊരു ഇതേ കണക്ക് ബോഡിയെ ഒന്ന്
റേസ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ കാർഡിയോ ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് ഫുള്ള് ജോയിൻ്റ് ഒന്ന് അനക്കിക്കൊണ്ട് വളരെ സിമ്പിളായിട്ട് അധികം ബലമൊന്നും കൊടുക്കാണ്ട് ഇതുപോലെ ഒന്ന് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഫുൾ ജോയിൻറ്റ്സ് ഇങ്ങനെ ഇളക്കി ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് സോങ് ഇട്ട് നമ്മൾ ഇത് കണക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ പിന്നെ മറ്റുള്ള സൂമ്പയിലോട്ട് നമ്മൾ പോകുന്നത്. ഇതിപ്പോൾ സൂമ്പ വാമപ്പ് നമ്മളിങ്ങനെ മറ്റേ വാമപ്പ് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കൊടുക്കാണ്ട്. പിന്നെ ഒന്ന് മനസ്സിലാക്കുള്ളൂ, നമ്മുടെ സെക്കൻഡ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കാണിച്ച കാലിൻ്റെ ഭാഗമായിട്ട് ഇതൊരു ഡോക്ടർ പറഞ്ഞാണ്. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത് എനിക്ക് ഇവിടെ കൊണ്ടിടാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് വരും. അതുകൊണ്ടാണ് ഞാനായിട്ട് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് വർക്കൗട്ടിൽ കാർഡിയോ കൂടെ കാർഡിയോ വർക്കൗട്ട് ഉൾപ്പെടുത്തിക്കുക. കാരണം ഈ സൂംബ ഏറ്റവും മികച്ചൊരു കാർഡിയോ വർക്കൗട്ട് എന്ന് പറയുന്നത്. കാരണം ആ ഒരു വർക്കൗട്ടിനപ്പുറം ഇനി മറ്റൊരു വർക്കൗട്ട് ഇല്ല സൂംബയെ പോലെ. ഏറ്റവും മികച്ച കാർഡിയോ വർക്കൗട്ടാണ്. ഫുൾ ടൈം നമ്മൾ കാല് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ മടിയൊന്നും പിടിച്ചിരിക്കാണ്ട് സൂംബ ചെയ്യുക, മറ്റുള്ള വർക്കൗട്ടുകൾ ചെയ്യുക, ഒട്ടും മടിക്കേണ്ട. ഇഷ്ടപ്പെട്ട ഭക്ഷണം അളവിൽ കുറച്ച് കഴിച്ചുകൊണ്ട് നിങ്ങൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തോളൂ. മെല്ലെ മെല്ലെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഹെൽത്തി ആയിട്ടിരിക്കും. എൻ്റെ ചാനൽ അതിലെടുക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.